4000 മൈലുകൾക്ക് അകലെയുള്ള ഏതെങ്കിലും രാജ്യം പറയുന്ന ഉപദേശങ്ങൾ കേൾക്കാനല്ല. ഇന്ത്യയുടെ നയതന്ത്രവും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വവും ഇന്ന് ഉറച്ച നിലപാടെടുത്ത പ്രധാനമന്ത്രി ഇന്ന് പഹൽഗാമിലുണ്ടായ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് വേദനയുണ്ട്, ദുരന്തമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു സഹപ്രവർത്തകൻ പോലും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ദുരന്തമാണ്. നമ്മളെല്ലാം അത് സംസാരിച്ചതാണ്. അവിടെ നമ്മുടെ സൈന്യം ശക്തമായി നടത്തിയ പോരാട്ടങ്ങളെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളും ഒറ്റക്കെട്ടായി ഗവൺമെന്റ് മുന്നിൽ നിന്നു. 2 സർവകക്ഷി യോഗങ്ങളിലും കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു. രാജ്യത്തിന്റെ കൂടെയാണ്, സൈന്യത്തിന്റെ കൂടെയാണ് ഇന്ത്യയിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി. എല്ലാ പിന്തുണയും കൊടുത്തു, എല്ലാം മുന്നോട്ട് പോയി. സൈന്യം നന്നായി പോരാടി, സൈന്യത്തിനെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ പറ്റില്ല നമുക്ക്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഭാവിയിലെ ഇന്നുണ്ടായ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ. സിംല കരാർ ലംഘിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കാശ്മീരും ഇന്ത്യയും തമ്മിൽ കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ 3ാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന്. സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമുണ്ട്. അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനും വിചാരണ ചെയ്യാനുമല്ല. ഇന്നെന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാകപ്പിഴകൾ ഭാവിയിൽ തിരുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ ബലിയർപ്പിച്ചു കൊണ്ടുപോയ പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഇന്ത്യ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരാൻ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാകൂ. അത് നമ്മൾ ചോദിക്കും. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ ദേശസുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശീലമാണ്. അത് നമ്മൾ ഉറക്കെ പിടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ജനം വെറുത്തൊരു ഗവൺമെന്റ് ഇരിക്കുന്നു. ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ കൊണ്ടുവരുന്ന ഉത്തരവാദിത്തമുണ്ട്. ഇത് രണ്ടും നിറവേറ്റാൻ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ടീം സണ്ണിയോട് AICC കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എവിടെയൊക്കെ മാറ്റങ്ങൾ വേണമോ അവിടെയൊക്കെ മാറ്റങ്ങൾ താമസം വിന ഉണ്ടാക്കുന്നതിന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ള കാര്യം KPCC പ്രസിഡന്റിനോട് നാളെ KPCCയുടെ പുതിയ ടീം നേതാക്കന്മാരോടൊപ്പം ഡൽഹിയിൽ നമ്മുടെ ദേശീയ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചയുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഒരു സംശയം വേണ്ട. ഞാൻ അടിവരേക്ഷി വീണ്ടും പറയുന്നു, ഈ പാർട്ടിയെ 2026 ആർക്കും സംശയം ഇവിടെ 3ാം ഭരണമൊക്കെ എല്ലാവരും പറയുന്നത് ഒരു സംശയവും വേണ്ട. കേരളത്തിൽ അടുത്ത ഗവൺമെന്റ് UDF ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള ഉത്തരവാദിത്വമാണ് ഈ ടീമിനുള്ളത്. അതിനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ആ ഉത്തരവാദിത്വം നമ്മൾ വരും ദിവസങ്ങളിൽ ചിട്ടയായി എണ്ണയിട്ട യന്ത്രം പോലെ നടപ്പിലാക്കും. കൂട്ടായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇവിടെ മറ്റു ചിന്തകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും ടീമിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.